പൂർണിമയുടെ മകൾ ഒരു കൊച്ചു കഥാകാരിയാണെന്ന് കേട്ടല്ലോ. അത് ശരിയാണ്? ഹലോ. ഓ, അപ്പൊ ഇത് പാരമ്പര്യ സൂക്കേടാണല്ലേ? അതെ. എന്റെ സാമ്രാജ്യം പാൻ ഇന്ത്യൻ ലെവലിൽ നിന്ന് വിദേശങ്ങളിലേക്ക് വേരൂന്നുന്ന സമയം മുതൽ അയാളെന്റെ പിന്നാലെ കൂടിയതാ. അയാളും ജയശ്രീ എന്ന പോലീസുകാരിയും ചേർന്ന് എനിക്കെതിരെ തെളിവുകൾ ശേഖരിച്ചു. അവരെ ഇല്ലാതാക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. പൂർണിമയുടെ അച്ഛനെ തകർക്കാൻ ഞാൻ പല വഴികളും നോക്കി. പക്ഷേ അതൊന്നും വർക്കായില്ല. ഒടുവിൽ അയാളുടെ അനിയനെ കൊണ്ട് എന്റെ സ്വന്തം അനിയത്തെ ഞാൻ വിവാഹം കഴിപ്പിച്ചു. ആ വഴി ഞാൻ ആ വീട്ടിൽ കയറിപ്പറ്റി. പിന്നെ എല്ലാം എന്റെ കൈപ്പിടിയിലായി. എനിക്കെതിരെ അവർ ചേർത്ത് വെച്ച തെളിവുകളെല്ലാം ഒന്നൊന്നായി ഞാൻ ഇല്ലാതാക്കി. ഒടുവിൽ ദേവദേവനെയും ആ ജയശ്രീയെയും ഒരിക്കലും തിരിച്ചു വരാത്ത മറ്റൊരു ലോകത്തേക്ക് ഞാൻ യാത്ര അയച്ചു. ഓ, അപ്പോ ഇതെല്ലാം മഹാദേവന്റെ ഭാര്യയായ നിങ്ങളുടെ സിസ്റ്റർക്ക് അറിയോ? ഇല്ല, അവർക്കാർക്കും ഇതൊന്നും അറിയില്ല. ഇന്ന് ഞാൻ ദുബായിൽ ബിസിനസ് ചെയ്ത് നാട്ടിൽ ഫാം ഹൗസ് നടത്തി കറങ്ങി നടക്കുന്ന ഒരു പാവം പ്രവാസി മാത്രം. എനിക്കെതിരെ ഒരു തെളിവും ഇന്ന് എവിടെയും ഇല്ല. അങ്ങനെ തെളിവുകൾ ഉണ്ടാക്കാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. ഇനി ആരെങ്കിലും അതിന് മുതിർന്നാൽ അതവരുടെ അവസാന നാളുകളിൽ മാത്രമായിരിക്കും. ഇന്ദ്രപ്രസ്ഥത്തിലെ എല്ലാവരെയൊന്നും വേണ്ട. ആ പൂർണിമയെ അവളുടെ ഇന്ദിരാ ടിവിയെയും ഒന്ന് തകർത്ത് കിട്ടിയാൽ മാത്രം മതി എനിക്ക്. അതിനുവേണ്ട എല്ലാ സഹായവും ഞാൻ ചെയ്തു തന്നിരിക്കും. അത് കേട്ടാ മതി എനിക്ക്. നമുക്ക് എങ്ങനെയെങ്കിലും പോലീസ് സ്റ്റേഷനടുത്ത് ചായക്കട നടത്തിയിരുന്ന ആ ഗോപിച്ചേട്ടനെയും ഓമന ചേച്ചിയും കണ്ടെത്തിയേ പറ്റൂ. നമുക്ക് ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, നമുക്കവരെ കിട്ടണം. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ലീഡ് കിട്ടൂ. ഞാൻ പറ്റാവുന്ന വഴിക്കെല്ലാം ഒരു അന്വേഷണം നടത്താം. അവരെ പണ്ട് ഉപയോഗിച്ചിരുന്ന ലാൻഡ് ഫോൺ നമ്പറിന്റെ ബില്ലുകൾ എക്സ്ചേഞ്ചിൽ ചോദിച്ചാൽ കിട്ടില്ലേ? പഴയ ഡേറ്റാസ് ആണ്. അപ്പോ ക്ലൗഡ്സിലുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാൻ പറ്റും. ആ നമ്പർ കട്ടാകുന്നതിന് മുൻപുള്ള 1-2 മാസത്തെ കിട്ടിയാൽ മതി. അത് അഖിലോടൊന്ന് പറഞ്ഞ് തപ്പി നോക്കാം. അവര് അവസാനം കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് എടുത്താ അവര് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അറിയാൻ പറ്റും. നമുക്ക് ആ വഴി ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഹലോ പൃഥ്വി, പൂർണിമയുടെ മകൾ ഒരു കൊച്ചു കഥാകാരിയാണെന്ന് കേട്ടല്ലോ. അത് ശരിയാണ്? ഹലോ. സർ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. ധ്വനിമോള് സ്കൂളില് മത്സരത്തിനൊരു കഥ എഴുതി. കഥകൾ കേൾക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ എന്നെക്കുറിച്ച് ആരെങ്കിലും എഴുതുന്നതോ പറയുന്നതോ എനിക്കത്ര ഇഷ്ടമല്ല. ഈ ധ്വനിമോള് കഥ എഴുതിയ കാര്യം എങ്ങനെയാ അറിഞ്ഞത്? എന്നെക്കുറിച്ച് ആരെങ്കിലും മനസ്സിൽ വിചാരിച്ചാൽ പോലും ഞാൻ അതറിയും പൃഥ്വി. അവിടെ എന്താ നടന്നതെന്ന്
കൃത്യമായി നീ പറയുന്നത് നിനക്കും നിന്റെ വീട്ടിലുള്ളവർക്കും നല്ലത്. ഇവിടെ എന്താ നടന്നതെന്ന് ഞാൻ പറയാം. ഇതാണ് സംഭവിച്ചത്. അപ്പോ പൂർണിമയുടെ അച്ഛൻ എന്നെക്കുറിച്ച് പലതും പൂർണിമയോട് പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോ അയാൾ മരിക്കുന്നതിന് മുമ്പ് എനിക്കെതിരെ കണ്ടെത്തിയ പല തെളിവുകളും അവിടെ ഉണ്ടാവുമല്ലോ. ഇല്ല സർ, ഇല്ല സർ, അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. വെറുതെ ഇല്ല എന്നൊക്കെ എടുത്തു ചാടി പറയാതെ നീ ഒന്ന് അന്വേഷിക്കേ. അവിടെ അങ്ങനെ ഒരു തെളിവ് ബാക്കിയുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ അതൊന്ന് അന്വേഷിക്കേ. എന്നിട്ട് എത്രയും പെട്ടെന്ന് നീ അത് കണ്ടുപിടിച്ച് എനിക്ക് കൊണ്ട് തരണം. വെറുതെ എന്നെ കൊണ്ട് നിന്റെ വീട്ടിൽ കയറി പ്രശ്നമുണ്ടാക്കുന്ന അവസ്ഥയിൽ എത്തിക്കരുത്. ശരി, ഞാൻ നോക്കാം. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. വീട്ടിൽ കയറി കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് പ്ലീസ്. അതൊക്കെ നിന്റെ പ്രവൃത്തികൾ പോലെ ഇരിക്കും. എനിക്ക് വേണ്ടതെല്ലാം നീ അവിടെ നിന്ന് ചെയ്തു എന്നാ പിന്നെ ഞാൻ അവിടേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ട, ഓക്കെ, ഞാനൊന്ന് നോക്കിക്കോളാം. ശരി, നീ അത് നോക്കിയെടുത്തിട്ട് വിളിക്ക്. ശരി. പൂർണിമ എന്നെക്കുറിച്ച് പലതും മനസ്സിലാക്കിയിട്ടുണ്ട്. ജയശ്രീയും പൂർണിമയുടെ അച്ഛനും ചേർന്ന് കണ്ടെത്തിയ തെളിവുകൾ പൂർണിമയുടെ കയ്യിലുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പാണ്. എത്രയും നേരത്തെ അത് കണ്ടെത്തി നശിപ്പിച്ചേ പറ്റൂ. വാക്കിര അതൊരു നോക്കാം. ഹായ്. ഇന്ന് രണ്ടുപേരുണ്ടല്ലോ. രാമേന്ദ്രൻ അങ്കിള് ആള് നാട്ടിൽ പോയല്ലേ? നാട്ടിൽ പോയോ? അതെ, സംസാരിക്കാൻ പോലും വയ്യാതിരിക്കുന്ന അവസ്ഥയില് ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? നാട്ടിൽ പോയി റെസ്റ്റ് ഒക്കെ എടുത്ത് അസുഖമൊക്കെ മാറ്റിയിട്ട് വരട്ടെ എന്ന് വെച്ചു. ഞങ്ങളോട് എന്തെങ്കിലും പറയാനോ പിന്നെ എന്തെങ്കിലും ഏൽപ്പിക്കാനോ പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ.